ഈ ഫോട്ടോയുടെ ബിഹൈൻഡ് ദ സീൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു മൊബൈലിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ്. ഇതാണ് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇമേജ്. ഇതിനെ ഇങ്ങനെ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. എഡിറ്റിംഗിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ലൈറ്റ് കറക്ഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള എക്സ്പോഷർ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കർവിലാണ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ചെയ്യുന്നത്. ബേസിക് കർവിൽ വേണ്ട എക്സ്പോഷേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം കളർ കർവ്സിലേക്ക് പോയി ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കർവ്സിൽ ചെറിയ ചേഞ്ചസിന് പോലും വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം കളേഴ്സിൽ പോയിട്ട് വൈറ്റ് ബാലൻസ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഗ്രേഡിങ്ങിലാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ അവർ ഫീൽ കൊണ്ടുവരാൻ വേണ്ടി ഗ്ലോബലിലാണെങ്കിലും ഹൈലൈറ്റിലും ഷാഡോസിലും മിഡ് ടോൺസിലും കുറച്ച് വാം ടോൺസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കളർ കർവ്സ് ചെയ്തപ്പോഴും അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിലാണ് ഗ്രേഡിംഗ് ചെയ്തേക്കുന്നത്. ഇനിയാണ് മാസ്കിംഗ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ. ആദ്യം തന്നെ അഡാപ്റ്റീവ് പ്രീസെറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് സ്കിന്നും ഡ്രസ്സും എല്ലാം പ്രത്യേകം മാസ്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ആവശ്യമുള്ള രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ലൈറ്റ് കറക്ഷനും ടെമ്പറേച്ചറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ടിലെ ലൈറ്റ് ഒന്ന് കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേഡിയൻ മാസ്ക്, ശേഷം ടോട്ടൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി. പിന്നെ അവിടെ ഇല്ലാത്തൊരു സൺഗ്ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റേഡിയൽ മാസ്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു കോപ്പി എടുത്ത് അതിനെ കുറച്ച് ചെറുതാക്കി കുറച്ചും കൂടി ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്തു. കൂടുതൽ ഗോൾഡൻ അവർ ഫീലിന് വേണ്ടിയിട്ട് ഇമേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു ഗ്രേഡിയന്റ് മാസ്ക് കൊടുത്തു. അതിൽ നിന്നും സബ്ജക്റ്റിനെ സബ്സ്ട്രാക്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നീട് സബ്ജക്റ്റ് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മാസ്ക് സബ്ജക്റ്റിന് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. ഇത്രയും സെറ്റിംഗ്സ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.